ഓ എനിക്കും കൂടെ ഇട്ടുതരോ? നീ ആൺകൊച്ചല്ലേ, എങ്ങനെ ഇടാനാണ്? എന്താണുങ്ങള് കിട്ടൂടെ? അങ്ങനെയല്ല, സത്യം പറഞ്ഞത് തികയത്തില്ല, അതാ എനിക്ക് ഇവിടെ തൊട്ട് ഇതുവരെ ഇടണം, അതാ. ബാക്കിയുണ്ടേ എനിക്കും കൂടെ വെച്ചേക്കണേ. ഓ എനിക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ ഇടണം. ഇവിടം തൊട്ടേ ഇവിടം വരെ ഇടണോന്ന്. മൈലാഞ്ചിയോ? നീ പോയി വല്ല ടാറ്റു അടിക്കാൻ നോക്കും, മൈലാഞ്ചി ഒന്നും ഇടാൻ പറ്റത്തില്ല. ടാറ്റു ഒക്കെ നല്ല വേദനയല്ലേ ഇവിടെ നിന്ന് ഇവിടം വരെ ഇടാൻ? ടാറ്റു ഒന്നും വേദനയില്ല, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെ ഇടുമ്പോ 100 കണക്കിന് ഉറുമ്പ് കടിക്കുന്ന വേദന കാണും. നീ എവിടുന്നൊക്കെയാണ് ഇത് ആലോചിച്ചെടുക്കുന്നത് ഇത്ര പെട്ടെന്ന്? അതൊക്കെ ഇങ്ങനെ വരുമല്ലേ? നന്നായി. ഇവിടെ ഇടല്ലേ കണ്ണ? ചേച്ചി, ഓ ഞാനൊരു സംശയം ചോദിക്കട്ടോ? നോക്ക്. ഇടുവല്ലേ, നീ പറഞ്ഞോ, എന്താ? ഈ കയ്യിലെല്ലാം ചേച്ചി ഇടണേ, അപ്പൊ ഇപ്പുറത്തെ കയ്യിൽ എങ്ങനെ ഇടും? ഇപ്പുറത്തെ കൈ എങ്ങനെ ഇടുമെന്നാ? അത് ഈ കൈ ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്തെ കയ്യിലിടും, ഉണങ്ങി കഴിഞ്ഞിട്ട് കഴുകിയിട്ട് അപ്പുറത്തെ കയ്യിലിടും. മനസ്സിലായില്ലേ? ഞാൻ ഇട്ടോ മയിലിന്റെ വളം വരച്ചു തരാം. എന്റെ പൊന്നേ വേണ്ട, നീ പൊക്കെ കണ്ണ. നീ ഇട്ട് കഴിഞ്ഞാലേ എനിക്ക് കൈ ആൾക്കാരെ കാണിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ആയിപ്പോ. നീ ഇവിടുന്ന് പാട്ടേക്ക് വരുന്നല്ലേ? നീ ഇവിടുന്ന് പാട്ടേക്ക് വരുന്നോന്ന്? ഓ ഞാൻ പാട്ടേക്ക് ആയിരുന്നു, വെക്കേഷൻ ഒക്കെ അല്ലേ. ഏത് പാട്ടാ കേട്ടെ? നീ കേട്ടോ? ആ അല്ല, നീ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് ഈ ശാസ്ത്രത്തെ പറ്റി വല്ല പിടിയൊക്കെ ഉണ്ടോ? ശാസ്ത്രവും? അല്ല ശാസ്ത്രമൊക്കെ ഞാൻ അരക്കി കലക്കി കുടിച്ചേക്കുന്നില്ലേ. അരക്കി കലക്കിയോ? അല്ല അറിയാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ അങ്ങനെ അറിയാം നിനക്ക്. എന്നാലേ പൈങ്കിളിക്ക് ജനിക്കാൻ പോകുന്നത് ആങ്കൊച്ചാന്നോ പെങ്കൊച്ചാന്നോ അറിയാൻ പറ്റൂ? ചിലപ്പോ അത് പ്രസവിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റൂലേ. അങ്ങനെ എനിക്ക് അറിയാലോ, അതല്ല ചോദിച്ചത്. നിനക്ക് അത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാ ചോദിച്ചത്. ചിലപ്പോ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതൊക്കെ തെറ്റാണ്, ഇപ്പൊ അതൊന്നും ചെയ്തുകൂടാ, നിയമപരമായ തെറ്റാണ്. ഇപ്പൊ അതിന് ഇതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എനിക്ക് അറിയാം, പക്ഷെ ഞാൻ ബെറ്റ് വെച്ചു പോയി. പകുതി മീശയും മുട്ടയും തല. എന്ത് ചിറ്റപ്പൻ ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന? എടാ അതിപ്പം നേരത്തെ ഇപ്പൊ ആലോചിക്കുമ്പോ വേണ്ടാന്ന് തോന്നി, പക്ഷെ ബെറ്റ് വെച്ച് പോയില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്ത് വരുന്നത് എന്താണോ അതങ്ങ് ഇതാവുക. അതെനിക്ക് അറിയത്തില്ലായിരുന്നു, ഇയാള് പറഞ്ഞു തരണ്ടായിരുന്നു. പാട്ടും കേട്ടോണ്ട് വന്നിരിക്കുന്നു, അത് ഐഡിയ വെച്ചൊന്ന് പറഞ്ഞു തരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ നിന്നെ സഹായിക്കാടാ. ചേച്ചി സഹായിക്കൂ? പക്ഷേ ഞാൻ നിന്നെ സഹായിക്കണമെങ്കിൽ ആദ്യം നീ എന്നെ ഒന്ന് സഹായിക്കണം. അയ്യോ ചേച്ചി, ഞാൻ സഹായിക്കാം, കുഴപ്പമില്ലെന്ന്. എന്താണ് പറ? ഉറപ്പാണല്ലോ? ആ ഉറപ്പ്. ആ ചിറ്റപ്പ സഹായിക്കും, എപ്പൊ പണി കിട്ടിയെന്ന് ചോദിച്ചാ മതി. എടാ പിന്നെ അവിടുത്തെ കുഞ്ഞുണ്ണിച്ചേട്ടന്റെ പെൻഷൻ തുകയില്ലേ എത്ര പൂജ്യമാണോന്ന് കണ്ടുപിടിച്ചു തരോ? പൂജ്യോ? ആ പൂജ്യമാണോ പൂജ്യാണോ? പൂജ്യം. അയ്യോ ചേച്ചി, ഒരു പ്രശ്നമുണ്ടല്ലോ. എന്തോന്ന്? പൈങ്കിളി ഈ സെയിം കൊട്ടേഷൻ എനിക്ക് തന്നിട്ടുണ്ട്. ആണാ? എങ്ങനെ നീ അവളോട് പോയി ചോദിക്കി കൊച്ചാണാണോ പെണ്ണാണോന്ന്? അല്ല അതല്ല, കുഴപ്പമില്ല, നമുക്ക് അത് മാറ്റാം. ചേച്ചി പറഞ്ഞു, ഞാനത് ചേച്ചിക്ക് എത്ര പൂജ്യമാണെന്ന് കണ്ടുപിടിച്ചു തരാം. ഉറപ്പല്ലേ? ഉറപ്പ്, എന്നെ വിശ്വസിക്കാം. എങ്കിലേ പൈങ്കിളിയുടെ വയറ് വലിയ വയറാണെങ്കിൽ ആൺകൊച്ചായിരിക്കും, ചെറിയ വയറാണെങ്കിൽ പെൺകൊച്ചായിരിക്കും. പിന്നെ വയറ്റിൽ കിടന്ന് നല്ല ചവിട്ടുമിടിയും കുത്തൊക്കെ ആണെങ്കിൽ ആൺകൊച്ചായിരിക്കും, സൈലന്റ് ആണെങ്കിൽ പെൺകൊച്ചായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? പിന്നെ ഒന്നും കൂടെ ഉണ്ട്. പെൺകൊച്ചാണെങ്കിലേ അവൾക്ക് സൗന്ദര്യം കൂടും, ആൺകൊച്ചാണെങ്കിൽ ഇപ്പൊ ഇരിക്കണ എങ്ങനെ അതുപോലെ തന്നെ ഇരിക്കുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? പിന്നെ നിനക്ക് നിന്റെ കാര്യം കിട്ടിയില്ലേ? കിട്ടി. ഇനി എന്റെ കാര്യം. അത് ചേച്ചി അച്ഛൻ വന്ന ഉടനെ സെറ്റ് ചെയ്ത് തരാം. പറ്റിക്കത് സുമേ. ഞാൻ പറ്റിക്കോ ചേച്ചിയെ? ശരി. ശരി. തെളിമാനം കണ്ടേ ഇതൊക്കെ സയന്റിഫിക്കലി പ്രൂവൺ ഒന്നും അല്ല. സയന്റിഫിക്കലി പ്രൂവൺ അല്ല, പ്രൂഫ് ഒന്നും ഇല്ല ഇതിന്. സയന്റിഫിക്കലി പ്രൂഫ് ചെയ്യണ്ടല്ലോ, മെന്റലി പ്രൂവ് ചെയ്തിട്ടല്ലോ. ലോകം നുണച്ചാണ്, അത് പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഓക്കെ കേട്ടോ, കേട്ടോ ഒരു കല്ലെടുത്ത് പാട്ടേ കേട്ടോ. കേട്ടോ. മക്കളെ കണ്ണു? യെസ്. എന്താണ് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? അമ്മ എവിടെ? അമ്മ അമ്മച്ചിക്ക് മൈലേജ് ഇട്ട് കൊടുക്കണം, അതാ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക്. അമ്മച്ചേച്ചിക്ക് മാത്രം മൈലേജ് ഇട്ടോ, നമുക്ക് കിട്ടില്ലേ? ഞാൻ ആണല്ലേ അച്ഛാ. അതിനിപ്പോ എന്ത്? ആമ്പിളാരെ കയ്യിലൊക്കെ ഇങ്ങനെ മൈലേജ് ഒക്കെ ഇടുമല്ലോ ഇതുവരെ. അച്ഛനെ കൊച്ചിലെ പണ്ട് ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ടല്ലോ. അവനെ കാണിച്ചു.
ആ ഇപ്പൊ പോയി കേട്ടോ. പോയാ പോയി. ഓക്കേ. എന്തോന്ന് എടുക്കണേ? കടന്നു മുട്ടായ? യെസ്. പോയി ശംഭു ചേട്ടന് ആമ ചേച്ചിയെ കൊടു. ശംഭു ചേട്ടാ. ആ ചേച്ചി. ആമ ചേച്ചി. എന്താടാ സസ്പെൻഷൻ? അത് മിക്കവാറും ഡിസ്മിസൽ ആവുന്നുണ്ടോ? അയ്യോ അപ്പൊ ലലിച്ചേട്ടൻ പറഞ്ഞ കോര സാറിനെ കൂട്ടി പോയിട്ട്? അയ്യോ കോരസാറിന്റെ കാര്യം എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ആ എന്നാടാ? ഈ കോരസാർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഭയങ്കര ചെലവാണ് ചേച്ചി. ഇങ്ങനെ കൊണ്ട് വല്ല ഹോട്ടലിലെ കാര്യം ഉണ്ടല്ലോ, ഈ ഫുഡ് ബ്ലോഗർമാർ കാണുന്ന പോലെയാണ്. അത് വാങ്ങിച്ച് ഇത് വാങ്ങിച്ച് സന്തോഷിച്ച് അങ്ങ് ആഹ്ലാദിച്ച് അങ്ങനെ നടക്കാൻ പൈസ പോടെ നമ്മളതാണ്. ഞാൻ വരെ ആഹാരം വെറുത്തു അറിയാമോ? കറക്റ്റ് ആയിരിക്കും കേട്ടോ. പണ്ടത്തെ പുള്ളിയുടെ ഇലക്ഷന്റെ ചിഹ്നം എന്താണെന്നറിയോ? പുട്ടുകുടം. അതും ഞാൻ അറിഞ്ഞു. ഇയാൾ പറയുമ്പോ ഈ പുട്ടുകുടം എന്നുള്ള സാധനം ചിഹ്നത്തിലുണ്ടെന്ന് തന്നെ ഞാൻ അറിയാം. അതാണ്. പിന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യേ? കിളി എവിടെ? കലിപ്പിലാണ്? എനിക്കറിയത്തില്ല, നീ തന്നെ പോയി നോക്ക്. അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അല്ല ചെന്ന് നോക്കടാ. ആത്മവിശ്വാസം കളയല്ലേ ചേച്ചി? കിളി